ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. ആ കോഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ജോലി സാധ്യതകൾ തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ കോഴ്സിലൂടെ പഠിക്കേണ്ടത്, ആ കോഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്? മനുഷ്യന് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സും സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസിംഗ് ആയിട്ട്, ഫങ്ഷണൽ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു മേഖല മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് ഒരു മൾട്ടി ഡിസിപ്ലിനറി മേഖലകളിലേക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ്, ആർട്ട്, ബിസിനസ്, സയൻസ് അങ്ങനെയുള്ള മറ്റ് മേഖലകളിൽ കൂടി ചേർന്ന് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു മേഖല വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന്റെ എൻ്റെ പ്രോസസ്സിലും ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങിന് ഒരു വലിയ പങ്കുണ്ട്. അതെങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ കോൺസെപ്റ്റ് ആയാലും, അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോടൈപ്പ് ക്രിയേഷനിലായാലും, അതിന്റെ ഡിസൈനിങ്ങിലായാലും, അതിന്റെ പ്രൊഡക്ഷനിലായാലും, മാർക്കറ്റിംഗിലായാലും ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ യൂസർ നീഡ്, അല്ലെങ്കിൽ അതിന്റെ എർഗോണമി, അതിന്റെ മെറ്റീരിയൽ, മാനുഫാക്ചറിങ് പ്രോസസ്, അതിന്റെ കോസ്റ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ്, മാനുഫാക്ചറിങ്, 3D മോഡലിംഗ്, ഡിസൈൻസ്, അനലൈസ്, റിസർച്ച്, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അല്ലെങ്കിൽ സിലബസുകൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ +2 50% മുകളിൽ മാർക്ക് വാങ്ങി തന്നെ നിങ്ങൾ പാസ്സാവണം. ചില യൂണിവേഴ്സിറ്റികളിൽ സയൻസ് സ്ട്രീം ആവണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡിസൈനറായിട്ടും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനർ, UI ഡിസൈനർ ഒക്കെ ആയിട്ട് ജോലി സാധ്യതകൾ അനവധിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ കോഴ്സിനെ പറ്റി നല്ലതുപോലെ അറിയാൻ ശ്രമിക്കുക, അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയും ഇതേപോലുള്ള പുതിയ അല്ലെങ്കിൽ വെറൈറ്റി വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ പുതിയ സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ സൈനിങ് ഓഫ് ഫ്രം ക്യാമ്പസ് സെർച്ച്.